നോക്കാം. SDPI ദേശീയ പ്രസിഡന്റിന്റെ അറസ്റ്റിന് പിന്നാലെ രാജ്യത്തെ SDPI ഓഫീസുകളിൽ ED റെയ്ഡ്. മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് നടന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബുവുമുണ്ട്. ആദ്യം സഹിനിലേക്ക്. സഹിൻ, കഴിഞ്ഞ ദിവസമാണ് ഈ SDPI ദേശീയ അധ്യക്ഷനെ കസ്റ്റഡിയിൽ വിട്ടത്, ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച്. അതിന് പിന്നാലെ ഈ പ്രധാനമായും ED ഉന്നയിക്കുന്ന കാര്യം PFI ഫണ്ട് വരുന്നത് അത് SDPI ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് EDയുടെ പ്രധാന ആരോപണം. ഇപ്പോൾ റെയ്ഡ് അവസാനിച്ചോ? വിവരങ്ങൾ. സേതു, പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്താകമാനമായി 12 ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായി പിരിച്ച പണം അത് പോപ്പുലർ ഫണ്ട് വഴി SDPI ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. എന്തായാലും 3,75,00,000 രൂപയുടെ കണക്കുകൾ തങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവകാശപ്പെടുന്നതും. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ദേശീയ പ്രസിഡന്റ്, SDPIയുടെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള MC ഫൈസിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. തുടർന്ന് SDPIയുടെ ഓഫീസുകളിൽ ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ നിരവധി രേഖകളും പിടിച്ചെടുത്തു, ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മറ്റൊരു കണ്ടെത്തൽ, ഈ പോപ്പുലർ ഫ്രണ്ടും ഒപ്പം തന്നെ SDPIയും രണ്ട് സംഘടനയാണെങ്കിലും ഇതിനെ രണ്ടിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഒരേ സംഘടനയാണ്, അല്ലെങ്കിൽ ഒരേ പ്രവർത്തകരാണ്, ഒരേ നേതാക്കളാണ് എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലാണ്. മാത്രമല്ല, അത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്വരൂപിച്ച പണം, ആ പണം ഈ പോപ്പുലർ ഫ്രണ്ട് വഴി SDPIയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ പല ഘട്ടങ്ങളിലായി നിയമസഹായം, കമ്മ്യൂണിറ്റി പിന്തുണ എന്നിവയുടെ പേരിലെല്ലാം വാലറ്റുകൾ വഴിയും പണം ശേഖരിച്ചിട്ടുണ്ട്. ആ പണമെല്ലാം SDPIക്ക് എത്തി എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, SDPIയുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ ഒരു ബുദ്ധി കേന്ദ്രം അതായി അവർ പറയുന്നത് ദേശീയ പ്രസിഡന്റായിട്ടുള്ള MC ഫൈസിയാണ്. കൂടാതെ MC ഫൈസിയുടെ അറിവോടെയാണ് സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകൾ പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും SDPI പണം വാങ്ങിയതെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു വയ്ക്കുന്നത്. ഹവാല അടക്കമുള്ള മാർഗങ്ങളിലൂടെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലായി പണം ശേഖരിച്ചതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. സേതു. ഓക്കെ സഹിൻ. ബിനിൽ ലീല സാബു കൂടിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ബിനിൽ, സംസ്ഥാനത്ത് 3 മലപ്പുറത്ത്, കോഴിക്കോട്, തിരുവനന്തപുരം, എനിക്ക് തോന്നുന്നു രാജ്യത്ത് 10 സംസ്ഥാനങ്ങളിലായി 14 ഇതുപോലെ ED പരിശോധനകൾ നടക്കുന്നുണ്ടെന്ന്. തിരുവനന്തപുരത്തെ പരിശോധന ഇപ്പോഴും തുടരുകയാണോ? ഏതെങ്കിലും തരത്തിൽ രേഖകൾ പിടിച്ചെടുക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? പറയാം. സേതു, സഹിൻ പറഞ്ഞതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് 3 ഇടങ്ങളിലാണ് ഈ പരിശോധന നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്തെ അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്. അതിന് താഴെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ 3ാം നിലയിലാണ് SDPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉള്ളത്. ഇന്ന് രാവിലെ ഇവിടേക്ക് ED ഉദ്യോഗസ്ഥരെത്തി. 7 ഉദ്യോഗസ്ഥരാണ് ഇവിടേക്ക് എത്തിയത്. അത് CRPF ഉദ്യോഗസ്ഥരൊക്കെ സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയുണ്ട്. അതിനുശേഷം ഇവിടേക്ക് എത്തി ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത് ഇവരുടെ സാമ്പത്തിക ഇടപാടുകളാണ്. PFIയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് EDയുടെ കണ്ടെത്തൽ. അതായത് PFIക്ക് വന്ന പണം അത് SDPIക്ക് പോയിട്ടുണ്ട് എന്നാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ഈ പരിശോധന ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ മലപ്പുറത്തും കോഴിക്കോടും ആ പരിശോധന സമാനമായ രീതിയിൽ തുടരുകയാണ്. നേരത്തെ PFI നിരോധിച്ചത് തന്നെ തീവ്രവാദ സംഘടനയുമായുള്ള ഫണ്ടിംഗ് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചത്. ആ സംഘടനയുമായി SDPIക്ക് ബന്ധമുണ്ട്. ആ SDPIയുടെ പണം, അതായത് PFIക്ക് എത്തുന്ന പണമെല്ലാം പല മാർഗങ്ങളിലൂടെ SDPIയിലേക്ക് എത്തിയിട്ടുണ്ട്. ദൈനംദിന ചെലവുകൾക്ക് പോലുമുള്ള പണം അങ്ങനെ എത്തിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ എന്തായാലും ആ പരിശോധന തുടരുകയാണ്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിനൊപ്പം സംസ്ഥാനത്തെ മറ്റ് 2 ഇടങ്ങൾ, അത് കോഴിക്കോടും അതോടൊപ്പം തന്നെ മലപ്പുറവുമാണ്. അതോടൊപ്പം തന്നെ സേതു പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം പരിശോധന തുടരുന്നുണ്ട്. 12 ഇടങ്ങളിലാണ് ആ പരിശോധന. ദേശീയ ഓഫീസിലും പരിശോധന തുടരുന്നുണ്ട്. അവിടെ മറ്റൊരു ഓഫീസിലും പരിശോധന ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സേതു. ശരി ബിനിൽ, SDPI ദേശീയ അധ്യക്ഷനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വിട്ടത് കഴിഞ്ഞ ദിവസമാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യവ്യാപകമായി ഈ റെയ്ഡ് നടക്കുന്നത്. സംസ്ഥാനത്ത് 3 ഇടങ്ങളിലും റെയ്ഡ് നടക്കുന്നു. വിവരങ്ങൾ നൽകുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബുവും കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും.